അപ്പോൾ വൈകുന്നേരം ഒരു 5:49 കാണും. അപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ഒരു ചായ ഉണ്ടാക്കുവാണ്. അപ്പോൾ കൂർഗിലെ സെക്കൻഡ് ഷോട്ടാണിത്. രാവിലെ ആണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് നോക്കി ചേട്ടനോട് കോഫി ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചായിരുന്നു. സോ അപ്പോൾ ഇത് ഇനി കൂർഗിൽ ഇനി വേറെ ഒരു എപ്പിസോഡുണ്ട്. 2 ഷോട്ടൊക്കെ ഇടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒരു ഇടയ്ക്കൊന്ന് ലഞ്ച് കഴിക്കാൻ പോയ സമയത്താണെങ്കിൽ റെസ്റ്റോറൻറ്റ് മൊത്തം തിരക്കായിരുന്നു. സോ അതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത് കൂർഗ് ആയതുകൊണ്ട് തന്നെ അതിന് കോഫി ഭയങ്കര ഫേമസ് ആണ്. പിന്നെ സ്പൈസുകളും, കാരണം ഓൾമോസ്റ്റ് നിങ്ങൾ എവിടെ നോക്കിയാലും ഇവിടെ എവിടെ നോക്കിയാലും സ്പൈസിൻ്റെ ഷോപ്പുകളിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലിൻ്റെയും താഴെ ഒരു ഇതുണ്ടാവും, സ്പൈസിൻ്റെ ഒരു കടയുണ്ടാവും. പിന്നെ ഭയങ്കര കോഫീൻ്റെയും ആ ഒരു കടയിൽ തന്നെ കുറേ ടൈപ്പ് കോഫി ഉണ്ടാവും. സോ അപ്പോൾ ഈ ഹോട്ടലിനകത്താണെങ്കിൽ ഓൾറെഡി കുറേ കോഫി 2-3 കോഫി ടൈപ്സ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതെടുത്ത് ആ ടീ ബാഗാണ് ഞാൻ കോഫീനൊക്കെ ഉള്ളിൽ ടീ ബാഗാണ് എടുത്തത്. ഞാൻ ടീ ബാഗ് എടുത്ത് ഇളക്കി കൊടുത്തു. ഇനി കൂർഗിൽ വരാൻ പ്ലാൻ ചെയ്യണവരൊക്കെ ആണെങ്കിൽ കൂർഗിൽ അത്യാവശ്യം തണുപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ബാൽക്കണിയിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുപ്പുണ്ട്. രാവിലെ അത്യാവശ്യം ഒരു 10 മണിയൊക്കെ വരെ നല്ല തണുപ്പുണ്ട്. 10 മണിയായ പിന്നെ നല്ല വെയിലുണ്ട്, എന്നാലും അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ഒരു 3 മണി കഴിഞ്ഞാൽ പതിയെ തണുപ്പ് വന്ന് തുടങ്ങും. ഇപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അത്യാവശ്യം ഒരു 6 മണി എങ്ങാണ്ടായിട്ടുണ്ട്. സോ അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബാൽക്കണിയിൽ നിന്ന് തന്നെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ. പിന്നെ പിറകിൽ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ട്രാഫിക്കിൻ്റെയാണ്. സോ അപ്പോൾ ഞാൻ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തു. കാരണം കട്ടൻ ചായ ഞാൻ കുടിക്കാറില്ല. സോ ഞാൻ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ മിൽക്ക് പൗഡർ ഇടുന്ന റെക്കോർഡ് ചെയ്ത് എൻ്റെ അച്ഛനാട്ടോ. കാരണം എനിക്ക് ഒരു കൈ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മറ്റേ കൈ വെച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇച്ചിരി ഷുഗർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി കൂർഗിൽ വലിയ വീഡിയോസൊന്നും ഉണ്ടാവില്ല. കാരണം ഇന്ന് രാവിലെ ഇട്ടതാണ്. പിന്നെ ഒരു ഷോർട്ട് ഇട്ടതാണ്. ഇന്ന് വൈകുന്നേരത്തെ ഈ ഷോർട്ടും കൂടെ കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവാണ്. സോ അപ്പോൾ ഇതാണ് കൂർഗിലെ ലാസ്റ്റ് ഷോട്ട്. സോ ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി ചൂടാറാൻ വെച്ചു. എന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പതിയെ അങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നിട്ട് താഴെ ബാൽക്കണിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അത് തണുപ്പാറി തോന്നി. നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ട്രെയിൻ വഴിയാണ് ഞങ്ങൾ വന്നത്. ബസ്സിൽ കയറി ട്രെയിൻ വഴി വരെയാണ് വന്നത് ഇങ്ങോട്ട്. എന്ന് പറഞ്ഞാൽ കാസർഗോഡ് വരെ ട്രെയിൻ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഇവിടം വരെ ഒരു റെൻ്റേ കാറിൽ വന്നതാണ്. ഇവിടം വരെ. ഇനി തിരിച്ചു വന്നാൽ മൊത്തം ബസ്സിലായിരിക്കും. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ബൈ.